ധന്യ ജോൺ, ഈ ധന്യയെ ജീവിതത്തിലേക്ക് കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അതിന് മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ധന്യക്ക് മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. അവരൊക്കെ റിജക്ട് ചെയ്തിട്ട് ധന്യ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല. അത് കല്യാണത്തിന്റെ സമയം ആയപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റിയ ആരും ഇല്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കി. ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ അറേഞ്ച് മാരേജിൽ ഭൂമിയിൽ ഒരു പെൺകുട്ടി ജനിച്ചില്ലല്ലോ എന്ന് വരെ തോന്നി. എന്ന് പറഞ്ഞാൽ അത് ശരിയാണുള്ള പല കാര്യങ്ങള് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഇവർക്കറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ലൈഫിൽ എപ്പോഴും ഒരു പോയിന്റ് കറക്റ്റ് നമുക്കൊരു ടൈം ആവുമല്ലോ. ടൈം ആവുമ്പോൾ എനിക്ക് ആ ടൈം ആയതായിരുന്നു US ട്രിപ്പ്. ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് വന്നത്. അതിൻ്റെ ഒരു കൊറിയോഗ്രാഫറും പെർഫോമറും ആയിരുന്നു ഞാൻ. അങ്ങനെ തന്നെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചു. ഇതിൽ ഞങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയില്ല. ഇപ്പം ഞാൻ ആളെന്നെ ഡാൻസ് പഠിപ്പിക്കുന്നു, ഞാൻ അവിടെ പോകുന്നു, ഡെയിലി എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒന്നിച്ചൊരു ടേബിളിലൊക്കെ ഇരിക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആളുടെ പെണ്ണ് കാണൽ ചടങ്ങുകളും ഇതിൻ്റെ ഇടയിൽ വരാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ഞാൻ നോക്കാട്ടോ നല്ല കുട്ടികളെ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആൾക്ക് വേണ്ടി പെണ്ണ് ആലോചിച്ച് തുടങ്ങിയതാണ്. അവസാനം പെണ്ണായി പോയത്. അത് കഴിഞ്ഞ് ട്രിപ്പിലേക്ക് വന്നപ്പോൾ ട്രിപ്പിൽ വിസ അടിക്കും കേട്ടോ. US ട്രിപ്പ് വിസ അടിക്കുന്ന സമയമായപ്പം ഇവളുടെ അമ്മയ്ക്ക് വിസ കിട്ടിയില്ല. അപ്പം ആകെ മൊത്തം ടീം കുളമായി. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ഇത് ഒരു CD ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പോലെ ഇത്രയും മിനിറ്റ് 3 മണിക്കൂർ ഷോ എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ റൺ ത്രൂ പോകുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ഡാൻസ് മൊത്തം കുളമാവും. അപ്പം എൻ്റെ ഭാഗ്യം പോലെ അപ്പൊ അതിനകത്ത് അമ്മ വന്നില്ല, ഇവള് വന്നു. അമ്മയ്ക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് വിസ കിട്ടുമെന്ന്, പക്ഷെ അപ്പോഴും കിട്ടില്ല. അപ്പൊ അവരൊരു കണ്ടീഷൻ വെച്ചു. അവര് എത്ര മെഴുതിരി കത്തിച്ചു? പള്ളിയിൽ 101 മെഴുതിരി കത്തിച്ചു. പിന്നെ ദൈവം കേൾക്കോ? മമ്മി കേട്ടോണ്ടിരിക്കും. മനസ്സില്ലാ മനസ്സോടെ മമ്മിയും പപ്പയും സമ്മതിച്ച് വിട്ടൊരു ട്രിപ്പ്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നു, ഇവള് എറണാകുളം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നു. രണ്ടുപേരും ദോഹയിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു. അപ്പോഴും കണ്ടുമുട്ടിയില്ല. എന്നിട്ട് ഫ്ലൈറ്റിലേക്ക് ക്യൂ നിൽക്കുമ്പം അവിടെ നിന്ന് ഞാൻ കണ്ടു. അതെല്ലാം കഴിഞ്ഞ് ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ മാറ്റി ഇങ്ങനെ ആകാശത്ത് വെച്ച് ഇറങ്ങിയപ്പോ ഇവളൊരു ബ്ലാക്ക് ജാക്കറ്റും ഒരു മജന്ത കളർ ഒരു കുർത്ത ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടു. അതിന്റെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ എന്റെ മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ ആളെ ഒബ്സർവ് ചെയ്യുക, പഠിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. അതാണ് ആളിത് ആദ്യമേ പഠിച്ചു തുടങ്ങി. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ആളെന്താണ് നമ്മളെ ഫോളോ ചെയ്യുന്നോ അങ്ങനെ ഒന്നും അറിയുന്നില്ല. അപ്പൊ പലരും പറഞ്ഞു തുടങ്ങി, ജോൺ കൊള്ളാലേ, ജോൺ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ എപ്പോഴും ഒരു പോയിന്റ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ബാക്കി എല്ലാവരും നമ്മൾ നോക്കുമല്ലോ. പൂച്ച കണ്ണടച്ച് കത്തിയിട്ടില്ല. കാരണം ഞാൻ ആളോട് എപ്പോഴും കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഞാൻ അപ്പൊ ഇവിടുന്നേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ വരണം കേട്ടോ. അങ്ങനെ ഞാനൊരു കമ്പനി ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഷോപ്പിംഗ് അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയി തുടങ്ങിയത്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല, ഒന്നുമില്ല. പക്ഷെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇത്ര $2 കൊടുത്ത് പച്ചവെള്ളം പോലും ഇവള് വാങ്ങിച്ചു കുടിക്കൂല. പക്ഷെ ഞാൻ അതാണ് ഇവളിൽ കണ്ട ക്വാളിറ്റി. വെരി ഗുഡ്. കാരണം ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, അനാവശ്യമായിട്ട് വെള്ളം പോലും വാങ്ങിക്കില്ല. അത്യാവശ്യം വളരെ അങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് ഈ കറക്റ്റ് നമുക്ക് അവിടെ പോകുമ്പോൾ പൈസയൊക്കെ കിട്ടും. അതിന്റെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ പൈസ ഇത് എഴുതിയിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഇത്ര $, ഇൻറ്റു ഇത്ര വരുമ്പോൾ ഇത്ര രൂപ, ഇത് ഇത്ര, അപ്പൊ ഇത്ര രൂപ ചിലവായി, വെള്ളം വെച്ച ഇത്രയാണെന്ന് പറഞ്ഞ് ബാക്കി കണക്കുൾപ്പെടെ എഴുതുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോടുകൂടി ഞാൻ അങ്ങ് ലോക്ക് ചെയ്തു. വീണു. ഇവള് തന്നെ എന്റെ പെണ്ണ്. വീണില്ല, ലോക്ക് ചെയ്തു. പിന്നെ നമ്മള് വിട്ടുകൊടുക്കില്ല. ഞാൻ എവിടെ പോയാലും ഇത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഈ $, അപ്പൊ ഇത്ര കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ മണി എത്ര, അപ്പൊ നമ്മള് ഡോളറിൽ നമുക്ക് അവിടെ നിന്ന് ക്യാഷ് കിട്ടും. പക്ഷെ ഇത് ഇവിടെ വരുമ്പോഴത്തേനും ബാക്കി എന്തെങ്കിലും വേണ്ടേ? നമ്മൾ എല്ലാം അവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ദാഹിച്ച് തൊണ്ട പറ്റിയിരിക്കുമ്പോൾ വെള്ളം വാങ്ങിച്ചു കുടിച്ചാലോ എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചാൽ അതല്ല. അവിടെ പൈപ്പ് ഉണ്ടല്ലോ എയർപോർട്ടിൽ. സത്യം, ഞാൻ ഉള്ള കാര്യം പറയണ്ട. അവിടെ ഫിൽറ്റേർഡ് വാട്ടർ ആണ്. അത് കുടിക്കാലോ. അത് കുടിച്ചാ പോരെ, വെറുതെ എന്തിനാണ്? ഓക്കെ, ഞാൻ കുടിച്ചിട്ടുണ്ട്. ശരി, മറ്റേ പ്രസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങളുടെ ഇങ്ങനത്തെ രീതിയിലുള്ള ഈ പ്രണയം വന്ന് അവസാനിച്ച് നാട്ടിലെത്തിയപ്പോ വീട്ടിൽ പോയി പറഞ്ഞു എല്ലാം അല്ല. ഇതിനിടയ്ക്ക് US എനിക്ക് ഒരു ദിവസത്തേക്ക് ഇന്ത്യയിൽ വരണമായിരുന്നു. ആ സമയത്ത് എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും കുറെ ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരണമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ വന്ന സമയത്ത് വീട്ടിൽ അപ്പോഴും മാട്രിമോണിയൽ സൈറ്റിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്, ബാക്കിയുള്ള കുറെ ലിസ്റ്റും വീട്ടിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നോക്കണ്ട, ഞാൻ ആളെ കണ്ടുപിടിച്ച് ഇതാണ് ആള്. പിന്നെ അങ്ങ് എല്ലാം വരുന്നു. സെപ്റ്റംബർ ലാസ്റ്റ് ഞങ്ങൾ വരുന്നു. നവംബർ 14-ാം തീയതി എൻഗേജ്മെന്റ്, ജനുവരി 9-ാം തീയതി കല്യാണം. അടിപൊളി.